കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ പിന്തുടർന്ന കാർ പിടികൂടി എന്നൊരു വാർത്ത വന്നിരുന്നു. ഈ കാറിന് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നുവെന്നും കാറിൽ നിന്ന് വോക്കി ടോക്കി കണ്ടെടുത്തുവെന്നുമൊക്കെ വാർത്ത വന്നു. ഈ കാർ ഓടിച്ചിരുന്നയാൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ വേണ്ടി. നസീബ് തിരൂർ സ്വദേശിയാണ്. നിങ്ങളുടെ വാഹനം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ പിന്തുടർന്നു വന്നായിരുന്നു ആദ്യം വന്ന വാർത്ത. വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നുവെന്നും വോക്കി ടോക്കി കണ്ടെത്തിയെന്നുമൊക്കെ വാർത്തയുണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഞങ്ങൾ കണ്ണൂർ ഒരു സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് വരികയായിരുന്നു. വരുന്ന വഴി പെട്ടെന്ന് മാഹി ഭാഗത്ത് വന്നു എൻ്റെ സുഹൃത്തുക്കൾക്ക് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. മഹരിബ് നമസ്കാരം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പെട്രോൾ പമ്പിൽ എണ്ണക്കി അടിച്ച് വരുന്ന വഴിയാണ് റോഡിൽ പോലീസുകാരെ കണ്ടു. പോലീസുകാരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പൊതുവെ സംശയം തോന്നി. അടുത്തടുത്ത് പോലീസുകാരെ കണ്ടപ്പോൾ ഒന്നെങ്കിൽ VIPസോ അല്ലാന്നുണ്ടെങ്കിൽ CMO പോകുന്നുണ്ടായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി കണ്ടിന്യൂ പോകുന്ന ശേഷം കോഴിക്കോട് എത്താൻ നേരത്ത് പെട്ടെന്ന് പോലീസുകാർ കൈകാട്ടി ഞങ്ങളോട് പറഞ്ഞു സൈഡാക്കണം പറഞ്ഞു. ഓക്കെ, സൈഡാക്കി. അപ്പോൾ തന്നെ CMൻ്റെ വാഹനവ്യൂഹം തന്നെ കടന്നു പോയതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളെടുത്ത് പൊക്കോ എന്ന് പറഞ്ഞു. ഞങ്ങളെടുത്ത് പോകുന്നു. കോഴിക്കോട് ടൗണിലെത്തുന്നതിന് മുമ്പ് ബൈപ്പാസിൽ നിന്ന് പഴയ കണ്ണൂർ റോഡിലേക്ക് ഇറങ്ങി ആ പാലം കഴിഞ്ഞ ഉടനെ ഒരു പോലീസ് വണ്ടി ബാക്കിലുണ്ടായിരുന്നു. അവർ സാറ് പറഞ്ഞു, CI തിരൂർ കോഴിക്കോട് CI ആയിരുന്നു. CI സാറ് പറഞ്ഞു സൈഡാക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ സൈഡാക്കി. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാഹനം വ്യൂഹം പോയത് ഏകദേശം നമ്മുടെ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് പോയത്. ഞങ്ങൾ ബീച്ച് റോഡിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കൈയാട്ടിയത്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, വണ്ടി ഒരു 8 അംഗ പോലീസ് ജീപ്പ് വന്നു തടഞ്ഞു. വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തു. ഞങ്ങളെ കയ്യിലൊന്നും കണ്ടില്ല അവർക്ക്. അപ്പോൾ ഞങ്ങളെ വണ്ടിയിലൊരു വാക്കി ടോക്കി ഉണ്ടായിരുന്നു. എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഞങ്ങൾക്ക് ഉയരങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇത് വേണം, വാക്കി ടോക്കി നിർബന്ധമാണല്ലോ. അതിൻ്റെ ബന്ധപ്പെട്ട അപ്പോൾ അത് വാക്കി ടോക്കി ആണെങ്കിൽ കംപ്ലയിൻറ്റുമാണ്, ചാർജൊന്നുമില്ല. അപ്പോൾ അത് കംപ്ലയിൻറ്റുമാണ്. പിന്നെ ഞാനും ഒത്തിരി സംഘടനയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതൊന്നും ബുദ്ധിമുട്ടാവരുതല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങളെ ID കാർഡുകൾ, കാര്യങ്ങൾ, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. FIR എടുത്തു. അതിലൊന്നും ഒരു അനാവശ്യമായിട്ട് ഞങ്ങളൊരു കംപ്ലയിൻ്റ് ഉള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക നോട്ടപ്പുള്ളികളായിട്ടൊന്നും അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാറ് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ. വണ്ടി പുതിയ നമ്പർ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ടെമ്പററി നമ്പറായിരുന്നു, നമ്പർ പ്ലേറ്റ് കിട്ടിയില്ലായിരുന്നു. ഇന്നലെയാണ് നമ്പർ പ്ലേറ്റ് കിട്ടിയതെന്ന് ഷോറൂമിൽ നിന്ന് വിളിച്ചു. അപ്പോൾ നമ്പർ പ്ലേറ്റ് ഇന്ന് അതിന് വേണ്ടി വന്നതാണ്. നമ്പർ പ്ലേറ്റ് ഇട്ടിട്ട് വണ്ടി കൊണ്ടുപോയാൽ മതി, അതാണ് എൻ്റെ ആഗ്രഹം, അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്പർ പ്ലേറ്റ് ഇട്ടിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഷോറൂമിലേക്ക് വന്നതാണ്. അപ്പോൾ ഓരോ എന്താ പറയുക ന്യൂസുകാരും അടിച്ചു വിടുന്നത് തീരെ ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. കാരണം എൻ്റെ കൂടെ ഉള്ള ആളുകൾക്കൊക്കെ ഫാമിലിയുണ്ട്, അവർക്ക് അവരുടെ ബിസിനസ് ഉണ്ട്. അപ്പോൾ 5 അംഗ സംഘം പിടിയിൽ എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ടൊക്കെ കൊടുക്കുമ്പോൾ, പത്രങ്ങളിലൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ടെൻഷൻ അടിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ തന്നെ അനുഭവിക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഒന്നുമില്ലാത്ത കാര്യം, ഞങ്ങൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് വരുന്ന ആളുകളാണ്. അതിൻ്റെ പ്രൊഫഷറുകൾ, ഫ്ലാഗുകളൊക്കെ അതിനകത്തുണ്ട്, വണ്ടിനകത്തുണ്ട്. സാറുമാർ ഞങ്ങളെ ബാഗുകൾ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതാണ്. അതിനകത്തൊന്നും കിട്ടിയില്ല. ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് അവർ പറയുമല്ലോ. ഞങ്ങളോട് അപ്പം തന്നെ ഇറങ്ങി പൊക്കോളാനും പറഞ്ഞു. CI സാറൊക്കെ വളരെ നൈസായിട്ട്, അതായത് ഡീൽ ചെയ്തത് കറക്റ്റായിട്ടാണ് ഡീൽ ചെയ്തത്. മക്കൾ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു. അവന് ഒരു അനാവശ്യ വാക്കുകൾ പോലും അവരെ വായിൽ നിന്ന് വീണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഒരു പോലീസിൻ്റെ CI സാറും SI സാറുമാർ, അതേപോലെ തന്നെ പിന്നെ ക്രൈം ബ്രാഞ്ച്, അതേപോലെ സ്പെഷ്യൽ ബ്രാഞ്ച്, ഷാഡോ പോലീസ്, അതേപോലെ തന്നെ നൈറ്റ് പെട്രോൾ, ഇവരൊക്കെ വന്നു ഞങ്ങളുടെ അടുത്ത്. അവരൊക്കെ ഡീസൻ്റായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനം സ്വാഭാവികമായും നല്ല വേഗതയിലാണ് പോകുക, എസ്കോർട്ട് വാഹനങ്ങളുണ്ടാവും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കയറി പോകണമെങ്കിൽ അത്രയും വേഗതയിലായിരുന്നു നിങ്ങളുടെ വണ്ടിയും പോയിരുന്നത്? ഞങ്ങളുടെ വാഹനം ഇസൂസു എന്ന് പറഞ്ഞ ഇസൂസു എന്ന് പറഞ്ഞ വണ്ടിയാണ്. അതിനകത്ത് മാക്സിമം പോയാൽ 80 സ്പീഡ്, 75 സ്പീഡ് മാക്സിമം പറ്റുള്ളൂ. 75 to 80 സ്പീഡേ പറ്റുള്ളൂ. അതിനും ഹൈ സ്പീഡിലാണ് നമ്മളെ CMൻ്റെ ബൈക്കുകളൊക്കെ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഈ സ്പീഡും വെച്ചിട്ട് ആ വണ്ടിയെ തടയാനോ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക? ഒരിക്കലും കഴിയാത്ത കാര്യങ്ങളാണ് ഈ ന്യൂസുകാരൊക്കെ അടിച്ചു വിട്ടിട്ടുള്ളത്. അതൊക്കെ അവർ തന്നെ ശരിക്കും നോക്കണം. പിന്നെ നമ്പർ പ്ലേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. നമ്പർ പ്ലേറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ, ആ വണ്ടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം.
ഇപ്പോഴും അതങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഫ്രണ്ടിൽ 2 നമ്പർ പ്ലേറ്റ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചത് എന്താ വെച്ചാൽ അടന്ന് വീണപ്പോൾ അവിടെ വെച്ചു. കാരണം ഒരു AI ക്യാമറയിൽ നമ്മളെ സീറ്റ് ബെൽറ്റ് ഇടില്ലെങ്കിലും നമ്മളെ ഫ്രണ്ടിൽ നിന്നാണ് കാണുക. അപ്പോൾ നമ്പർ പ്ലേറ്റ് എന്തായാലും സ്വാഭാവികമായിരിക്കും നമ്പർ കിട്ടണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ വെച്ചത്. പിന്നെ ഇവർക്കറിയാം ഇന്നോ നാളായിട്ട് നമ്പർ വരും എന്നുള്ളത് ഷോറൂമിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ്. അതിൻ്റെ പേരിൽ നമ്മളെന്തോ ചെയ്തു, അത് വെച്ച് പോയതാണ്. ഇപ്പോഴും സ്റ്റേഷനിൽ കിടക്കുന്ന വാഹനത്തിൽ ഇപ്പോഴും നമ്പർ പ്ലേറ്റ് ഉണ്ട്. ബാക്കിലില്ല എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഞങ്ങളിപ്പോൾ കണ്ണൂരിനെ ഇവരെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഒരു CMൻ്റെ വണ്ടി പോകുമ്പോൾ 10 വണ്ടി 11 വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ കൂടുതൽ വണ്ടി വരുന്നത് അവർ ബ്ലോക്ക് ചെയ്യാനുള്ള അവർ ഉത്തരവാദിത്തമാണ്, ഞങ്ങളതല്ല. നമ്മൾ റോഡിലൂടെ പോകുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അനുകരിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്. പോലീസിന് വീഴ്ച പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? കാര്യം നിങ്ങളുടെ വാഹനം അങ്ങനെ പിന്തുടരുന്നുവെന്ന് പോലീസ് തെറ്റിദ്ധരിച്ചതാണോ? തീർച്ചയായും തെറ്റിദ്ധാരണയാണ് സാർമാർക്ക് പറ്റിയിട്ടുള്ളത്. കാരണം ഇതൊരു യൂണിറ്റ് ആണല്ലോ. ആ യൂണിറ്റിൽ എത്ര വണ്ടി പോകും. ലാസ്റ്റ് പോകുന്ന ഒരു ആംബുലൻസ് ഒരു ഈക്കോ വാനായിരുന്നു. ആ വാന് വളരെ പതിയെയാണ് പോയത്, അത്ര ഓവർ സ്പീഡിലൊന്നല്ല പോയത്. അതും കഴിഞ്ഞിട്ട് ഞങ്ങളെ തൊട്ട് മുമ്പ് 2 വാഹനം ഉണ്ടായിരുന്നു. ഒരു പോർച്യൂണർ ഉണ്ടായിരുന്നു ഗ്രേ കളറ്, ഒരു വൈറ്റ് കാർ ഉണ്ടായിരുന്നു. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് കാർ എന്ന് പറഞ്ഞാൽ എറ്റിയോസ് ആയിരുന്നു, എറ്റിയോസ് ലിവ. ഈ 2 വാഹനത്തിൻ്റെ ബാക്കിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു. അവന്മാർ നേരെ ഹൈവേ കയറിപ്പോയി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ സിറ്റിയിലേക്ക് കയറിയതാണ് വിഷയമായത്. അല്ല എങ്കിലും ഞങ്ങളും അവരെ പോലെ പോയിരുന്നു. പക്ഷേ ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഓവർടേക്ക് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ആരും ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഹോൺ അടിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ കൂടെ അങ്ങനെ പോയി. സാറുമാർ പൊക്കോ അങ്ങനെ കാണിക്കുന്നുണ്ട്. ബാക്കിലുള്ള ആളുകളൊക്കെ പൊക്കോ എന്ന് പറയുന്ന രൂപത്തിൽ കാണിക്കുമ്പോൾ ഞങ്ങൾ പോകുന്നതാണ്. കൈ കാട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങളിപ്പോൾ ടൗണിൽ നിന്ന് കൈ കാട്ടിയപ്പോഴാണ് നിർത്തിയത്. അല്ല ഞങ്ങൾ ഓടിച്ചിട്ട് പിടിക്കുകയല്ല ചെയ്തത്. കൈ കാട്ടി സൈഡാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. അതുപോലെ അവിടെ ചെയ്താൽ മതിയായിരുന്നു. അത് തെറ്റായിട്ടല്ല, അവർക്ക് എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. അതിനൊന്നും ഞങ്ങൾ പിന്നെ സാറുമാരെ തെറ്റിദ്ധരിക്കാൻ അല്ലെ മോശമായിട്ട് ചിത്രീകരിക്കാനൊന്നും തയ്യാറല്ല. സാറുമാർ ഞങ്ങളെ വന്നു കാര്യങ്ങൾ പറഞ്ഞു വരുമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ എത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. FIR എല്ലാം ഇട്ടു. ഞങ്ങൾ പൊക്കോ. കേസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? എൻ്റെ മക്കൾക്ക് അസുഖമായിരുന്നു, പനിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അർജൻറ്റായിട്ട് വന്നത്. എൻ്റെ കൂടെയുള്ള ആളെ മകൾക്കും പനിയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എത്തണം. ഞങ്ങൾക്ക് നാട്ടിൽ ഞങ്ങൾ തന്നെ ഉള്ളൂ. ഞങ്ങളൊക്കെ സന്നദ്ധ പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ നാട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനത്തിന് മറ്റുള്ളവരുടെ എന്താ പറയുക മലമൂത്രം എടുക്കാൻ പോകുന്ന ഒരാളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളെ സുഹൃത്തുക്കൾക്കും നമ്മളെ കുടുംബങ്ങൾക്കൊന്നും അത് ഇഷ്ടമല്ല. അപ്പോൾ അവരൊക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തിയിട്ടുള്ള ഒരു ലൈഫാണ് ഞങ്ങളത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും കയറിയിട്ട് ഇങ്ങനെയുള്ള സഹായങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ വന്ന് എത്രയും ദൂരമാണെങ്കിലും വന്ന് ചെയ്യണം. അപ്പോൾ നമ്മളെ ഫാമിലി വിളിക്കുന്ന പെട്ടെന്ന് വാന്ന് പറയുമ്പോൾ വരുമല്ലാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. കേസ് എന്തെങ്കിലും നിലവിലുണ്ടോ? നിലവിൽ കേസുകളൊന്നുമില്ല. ഉള്ളതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനുള്ള വിഷയങ്ങളേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കേസും കാര്യങ്ങളൊന്നും ഉള്ളൊരു വിഷയത്തിൽ പോകുന്ന ഒരാളല്ല. ഈ വിഷയത്തിലെ പിന്തുടരുന്ന സംഭവത്തിൽ കേസൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ FIR എടുത്തു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തു. പിന്നെ പൊക്കോളാൻ പറഞ്ഞു. 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ വേറെ എന്താ നമ്പർ പ്ലേറ്റ് കൊണ്ടുവന്ന് ഒട്ടിച്ചതിന് ശേഷം വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നമ്പർ പ്ലേറ്റ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇവിടെ കാണിച്ച് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ തന്നെ കാണിച്ചിട്ട് വേണം എനിക്ക് നാട്ടിലോട്ട് പോകാൻ. എന്തായാലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതമാർഗ്ഗമാണ് എൻ്റെ വാഹനം. അതിപ്പോൾ 2-3 ദിവസം സ്റ്റേഷനിൽ കിടക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാരെങ്കിലും അത് അനുകരിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നമ്മളെ സാറുമാരെന്നെ അറിയിക്കുക. ഇന്ന മാതിരിയാണ് സംഭവങ്ങൾ, ഇത്രയും സ്പേസ് വിട്ടിട്ടാണ് വാഹനങ്ങൾ ഇനി ബാക്കിലുള്ള വണ്ടികൾ പോകേണ്ടതെന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളതുപോലെ ചെയ്യുള്ളൂ. നമുക്കറിയില്ല. സാറുമാർ അതായത് CM പോയ വാഹനം കഴിഞ്ഞ് പോയി 100 മീറ്റർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ പോകുന്നത്. അതിനെ കടന്നു പോകാനൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ AI ക്യാമറയിൽ അറിയാം, മറ്റുള്ള ഒരുപാട് വിഷ്വൽസ് ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നോക്കി അറിയാൻ പറ്റും. പക്ഷേ ചില മാധ്യമങ്ങൾ അടിച്ചു വിട്ടത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ കുടുംബങ്ങളൊക്കെ ഇപ്പോഴും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതൊന്നും ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവരുത്. വളരെ മോശമായി. കാരണം രാവിലെ തന്നെ ഒരു മഗ്ഗും പിടിച്ചിട്ട് 5 അംഗ സംഘം പിടിയിൽ നിന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങനെ അടിച്ചു വിടുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. തീർച്ചയായും വാർത്തയിൽ
പറഞ്ഞ പോലെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് വിശദീകരിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ വാഹനത്തെ പിന്തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നും നസീബ് വിശദീകരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ഷബീർ ഖലീലിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 കോഴിക്കോട്.